ഹലോ, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അരളിയാണല്ലോ. അരളി ഒരു വിഷച്ചെടി എന്ന നിലയിൽ കുപ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് അരളി വെട്ടിക്കളയണം, വീട്ടിൽ നിൽക്കുന്ന അരളി ഒരു ഒരു ഇല പോലും അല്ലെങ്കിൽ ഒരു കുറ്റി പോലും അവശേഷിക്കാതെ കളയണമെന്നാണ് പലരും. ഞാനും ഒരു വീഡിയോ അരളിയെ കുറിച്ച് ചെയ്തിരുന്നു. പലരും എൻ്റെ വീട്ടിലും 2 അരളി തൈകൾ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ചെടികളുണ്ട്. അതെല്ലാം വെട്ടിക്കളയണമെന്നാണ് ആവശ്യപ്പെടുന്നത് പലരും. യഥാർത്ഥത്തിൽ അരളിയുടേതാണ് കുറ്റം എന്നുള്ളതൊരു ചോദ്യമുണ്ട്. കാരണം നമ്മൾ ഈ വിഷച്ചെടികളെ പണ്ട് മുതലേ, അതായത് അരളി ഒരു ചെറിയ കാലയളവ് കൊണ്ടല്ല നമ്മുടെ വീട്ടിലുള്ളത്. വളരെ വർഷങ്ങളായി നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപറമ്പുകളിലും ഒക്കെ ഉള്ള ഒരു ചെടി തന്നെയാണ് അരളി. അല്ലാതെ അരളി വേറെ എവിടുന്നോ വിദേശത്തു നിന്നോ കയറി കഴിഞ്ഞ വർഷം വന്നോ അല്ലെങ്കിൽ ഇന്നലെയോ വന്നൊരു ചെടിയല്ല. അരളി വളരെ വർഷങ്ങളായി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെടി തന്നെയാണ്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു പോയിസണസ് പ്ലാന്റ് ആണ്, വിഷമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാത്തതാണ് പ്രശ്നം. അപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ അറിവില്ലായ്മയാണ്. നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്ക് ആ ഒരു അറിവുണ്ടായിരുന്നുകൊണ്ട് ആ ചെടി മുറ്റത്ത് നിന്നു, അതാരും പറിച്ച് വായിലിട്ടില്ല, അതാരും കഴിച്ചില്ല, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷെ ഇതിപ്പോ സംഭവിക്കാന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ അശ്രദ്ധയാണ്, പിന്നെ 2 നമ്മുടെ അറിവില്ലായ്മയാണ്. അതായത് ചെടികൾ കാണുന്ന ഭംഗിക്കപ്പുറം ചെടികൾക്ക് എല്ലാം വിഷമുണ്ടാകും. ഏറിയും കുറഞ്ഞും ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും വിഷമുണ്ട്. ചില ചെടികൾ മനുഷ്യന് വിഷമല്ലെങ്കിൽ ചില ചെടികൾ മൃഗങ്ങൾക്ക് വിഷമുള്ളതായിരിക്കാം. ചില ചെടി പൂച്ചയ്ക്ക് വിഷമുള്ളത്, ചില ചെടി പശുവിന് വിഷമുള്ളതായിരിക്കാം. അപ്പൊ അങ്ങനെ ഓരോ ചെടികൾക്കും ഓരോ മൃഗങ്ങൾക്കും ഒക്കെ വിഷമുള്ളതാണ്. മനുഷ്യർക്ക് വിഷമുള്ളത് മൃഗങ്ങൾക്ക് വിഷമുണ്ടാകണമെന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള മനുഷ്യർക്ക് വിഷമുള്ള ചെടികൾ ഏതൊക്കെയാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ അറിവില്ലായ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം. അതായത് നമ്മൾ പ്രകൃതിയിലും നമ്മുടെ ചുറ്റുപാടും ഉള്ള ജീവജാലങ്ങളോടോ നമ്മളുടെ ചുറ്റുമുള്ള ചെടികളോടോ ഒക്കെ ഉള്ള ഒരു അറിവില്ലായ്മയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ അശ്രദ്ധയാണ്. നമ്മൾ ഫോൺ ചെയ്യുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ ഏതെങ്കിലുമൊക്കെ ഇലകൾ പൊട്ടിച്ച് വായിലിടുക, ചവയ്ക്കുക, ഇങ്ങനെയുള്ള അശ്രദ്ധ മറ്റൊരു പ്രശ്നം കൂടിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അത്തരം ശീലങ്ങളാണ് മാറ്റേണ്ടത്. അതായത് ഒരു ചെടി എന്ന് പറയുമ്പോൾ ചെടി എല്ലാം സേഫ് അല്ല. ചില ആൾക്കാർ ആയുർവേദ മരുന്നുകളെ കുറിച്ചോ ചെടികളെ കുറിച്ചോ ഒക്കെ വിചാരിക്കുന്നത് എത്രയായാലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെ കഴിച്ചാലും കുഴപ്പമില്ല, എല്ലാം സേഫ് അല്ലേ, ചെടിയല്ലേ, ചെടി ആയതുകൊണ്ട് നാച്ചുറൽ ആയതുകൊണ്ട് സേഫ് ആണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആയുർവേദത്തിൽ തന്നെ ഈ അരളി വെച്ചിട്ടുള്ള മരുന്നുകളുണ്ട്, പക്ഷെ അത് ശുദ്ധി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ചെടികളാണ് മേന്തോന്നി എന്ന് പറഞ്ഞ വളരെ കൊടിയ വിഷമുള്ളൊരു ചെടിയുണ്ട്. അതും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ്, ശുദ്ധി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മേന്തോന്നിയെ കുറിച്ചൊരു വീഡിയോ അടുത്ത ദിവസം ചെയ്യാം. മേന്തോന്നി വളരെ ഭംഗിയുള്ള, കണ്ടാൽ കൊതി വരുന്ന രീതിയിൽ ഭംഗിയുള്ള ഒരു ചെടിയാണ്. അതിന്റെ പൂ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അത് വീട്ടിൽ തൈ കൊണ്ടെന്ന് വെക്കാൻ തോന്നും. ആ രീതിയിൽ വിഷമുള്ളൊരു ചെടിയാണ്. അപ്പൊ അങ്ങനെ ഈ ചെടികൾ വിഷമുള്ള ചെടികൾ ധാരാളമുണ്ട്. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളിൽ തന്നെ ധാരാളം ചെടികൾ വിഷമുള്ളതാണ്. നമ്മളിപ്പോ ഈ ഗാർഡനിങ്ങിലൊക്കെ ഭാഗമായിട്ട് ഇൻഡോർ പ്ലാന്റുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റുകളിൽ നല്ലൊരു ശതമാനവും നമുക്ക് കഴിച്ചാൽ വിഷമുള്ള തരത്തിലുള്ള ചെടികളാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും കഴിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ശരിക്കും വേണ്ടത്. ഈ ചെടികളൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഇത് ചെടിയൊന്നും പറിച്ച് വായിലിടാൻ വേണ്ടിയുള്ളതല്ല. അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുതിർന്നവർക്ക് അവയർനെസ് കൊടുക്കുക, കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുക. കുട്ടികളോട് പറയുക ഇത് ഉപയോഗിക്കരുതെന്ന് പറയുക. ആ ചെടി അവിടെ നിന്നത് കൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ അത് വായിലെത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതായത് ചെടികൾ എല്ലാം നശിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ, വിഷമുള്ള ചെടികളെല്ലാം നശിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനം ഇൻഡോർ പ്ലാന്റ്സും നമുക്ക് കളയേണ്ടി വരും. അതുപോലെ തന്നെ പുറത്തുള്ള ചെടികളും കളയേണ്ടി വരും. അതിന് കൊടിയ വിഷമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അതിന്റെ യൂസ് കുറയ്ക്കാം, അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്നും അകലെ നടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ വിഷമുള്ള ചെടികളെ പൂർണ്ണമായും കൊണ്ടുള്ള ഒരു നടപടി ഒരുപക്ഷെ സാധ്യമാവണമെന്നില്ല. അപ്പോൾ ഇതിന്റെ അവയർനെസ് ആണ് ശരിക്കും വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ചെടികളെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ സ്കൂളുകളുമായിട്ടൊക്കെ അനുബന്ധിച്ച് ആയുർവേദ ഡോക്ടർമാർക്ക് ഇതിനോട് ശരിക്കും നല്ല അവയർനെസ് ഉണ്ട്. ആയുർവേദ ഡോക്ടർമാരെ, നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലൊക്കെ അവയർനെസ് ക്ലാസ്സുകൾ നടത്തുക എന്നുള്ളത് ഔഷധ ചെടികളെ കുറിച്ചും നമ്മുടെ നാട്ടിലുള്ള ചെടികൾ എന്തൊക്കെയാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യാനും
അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെയുള്ള ക്ലാസ്സുകളൊക്കെ നടത്തുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ചുറ്റും ഉള്ള ജീവികൾ, നമ്മുടെ ചുറ്റുമുള്ള ചെടികൾ, നമ്മുടെ ചുറ്റുമുള്ള പൂമ്പാറ്റകൾ, നമ്മുടെ ചുറ്റുമുള്ള പക്ഷികൾ, മൃഗങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാമുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോട്ടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെടികളെ നശിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെടികളെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും? എത്രയോ ചെടികൾ വിഷമുള്ളതുണ്ട്, എത്രയോ ചെടികൾ അലർജി ഉണ്ടാക്കുന്നതുണ്ട്, എത്രയോ ചെടികൾ മനുഷ്യന് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളതുണ്ട്, മുള്ളുള്ളതുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ചെടികളെയും നശിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുമായി അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.